എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടിയിൽ ഒരുപാട് പ്രിന്റിംഗ് സ്ഥാപനങ്ങളുണ്ടെന്ന് പറയാം. വളരെ പഴക്കം ചെന്ന പല പ്രിന്റിംഗ് സ്ഥാപനങ്ങളും നമ്മുടെ ചാലക്കുടിയിലുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രസ്സിലേക്കോ അല്ലെങ്കിൽ പ്രിന്റിംഗ് സ്ഥാപനത്തിലേക്കോ ഒരു നോട്ടീസ് അടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വിവാഹ ക്ഷണക്കത്തടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഒരു പ്രസ്സിലോ പ്രിന്റിംഗ് സ്ഥാപനത്തിലോ ആളുകൾ പോയിട്ടുണ്ടാവും, മസ്റ്റായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഒരുപാട് പ്രിന്റിംഗ് സ്ഥാപനങ്ങൾ നമ്മുടെ ചാലക്കുടിക്കകത്തുണ്ട്. ഈ പ്രിന്റിംഗ് സ്ഥാപനങ്ങളുടെ ഒക്കെ ഒരു വളർച്ചയും ഈ പ്രസ്സുകാരുടെ ഒക്കെ ഒരു വളർച്ചയും സംഗതി എങ്ങനെയാണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാലഘട്ടത്തിൽ ചാലക്കുടിയിലെ ഒട്ടുമിക്ക പ്രിന്റിംഗ് പ്രസ്സുകളിലും ഒരു നിത്യ സന്ദർശകനായിരുന്നു. എനിക്ക് ഇവിടുത്തെ പഴയ കാലത്തെ ഡിസൈനർമാർ, പഴയ കാലത്തെ ആളുകളായിട്ടൊക്കെ ഒരുവിധം നല്ല പരിചയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ ജീവിതവും ഇവരുടെ സംഗതിയൊക്കെ അടുത്തറിയാറുണ്ട്. നമുക്കറിയാമെന്നറിയില്ല, പലപ്പോഴും പല പ്രിന്റിംഗ് സ്ഥാപനങ്ങളും അവർക്ക് ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള സ്ഥാപനം എന്ന നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പലതും നഷ്ടം സഹിച്ചാണ് പോകുന്നത്. ചില സ്ഥാപനങ്ങൾ ലാഭത്തിൽ ഓടുന്നവയുണ്ട്. ഈ പ്രിന്റിംഗ് സ്ഥാപനങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതൊരു മത്സരം കമ്പോളമായിട്ട് മാറി കഴിഞ്ഞപ്പോൾ വല്ലാത്ത രീതിയിലൊരു അകൽച്ചയുണ്ട്. ഈ സാധാരണ മറ്റു മേഖലകളുള്ള പോലൊക്കെ തന്നെ ഈ പ്രിന്റിംഗ് മേഖലയിൽ വലിയ ഒരു മത്സരം വന്നു, കിടമത്സരം. ഈ കിടമത്സരം വന്നതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ശത്രുതയും സംഗതിയായി. അവരെ ഒരുമിച്ച് കൂട്ടി ഇണക്കി ഒരു സംഘടനാ മനോഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു സംഘടനയാണ് കേരള പ്രിന്റിംഗ് അസോസിയേഷൻ, KP എന്ന് പറഞ്ഞ അസോസിയേഷൻ. ആ അസോസിയേഷൻ സമ്മേളനമാണ് ഇവിടെ റെസ്റ്റ് ഹൗസിൽ നടക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ചാലക്കുടിക്കകത്തെ ഈ പ്രിന്റിംഗ് സ്ഥാപനങ്ങളുടെ അസോസിയേഷൻ സമ്മേളനത്തിലേക്ക് കടന്നില്ല. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ സമ്മേളനം നടത്തി. ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ നടന്ന സമ്മേളനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ചാലക്കുടി മേഖലാ പ്രസിഡന്റ് ശശിധരൻ PP അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ബാബു പിക്കോള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത്, മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, സംസ്ഥാന സെക്രട്ടറി MS വികാസ്, P ബിജു, രവി പുഷ്പഗിരി, ജില്ലാ ട്രഷറർ CK ഷിബു, അഞ്ജലി ദേവി, ജോയ് അക്ഷര, AD ഷാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളായ ജോസ് വടക്കുംപാടൻ, ഭഗവത് സിംഗ്, ജേക്കബ് ബീന പ്രസ്, ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ പ്രിന്റേഴ്സ് ജിബി അംഗമായി തെരഞ്ഞെടുത്ത രാജീവ് ഉപ്പത്ത്, മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ അംഗമായി തെരഞ്ഞെടുത്ത PP ശശിധരനെയും ചടങ്ങിൽ ആദരിച്ചു. സമ്മേളനത്തിന് ശേഷം സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരുന്നു. കാരണവന്മാരിൽ നിന്ന് കിട്ടിയ അല്ലേ ആ പിന്തുണ കൊണ്ടാണ് നിങ്ങളൊക്കെ പ്രസ് മുന്നോട്ട് പോകുന്നത്. എത്ര കാലം മുന്നോട്ട് പോകുന്നു ചിലപ്പോൾ പറയാൻ പറ്റും, എനിക്ക് പറയാം. കാരണം ഇന്ന് പ്രസ്സിൽ അച്ചൊന്നും വെക്കണ്ട. ഇന്നിപ്പോ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ 5 മിനിറ്റ് കൊണ്ട് സാധനം പ്രിന്റ് അടിച്ചു വരും. ആ കാലഘട്ടത്തിലേക്കാണ് പോണത്. അപ്പൊ നിങ്ങളുടെ കൂട്ടായ്മ എന്നെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ കാര്യങ്ങളാണ്. തൃശ്ശൂർ ജില്ലയുടെ ഓരോ മുക്കിലും മൂലയിലും 8 or 10 വർഷങ്ങൾക്ക് മുൻപ് യാത്ര ചെയ്ത സമയത്ത് കണ്ടൊരു ചിത്രം ഉണ്ടായിരുന്നു. 1000 A4 നോട്ടീസിന് 50 രൂപ മാത്രം പ്രിന്റ് ചാർജ് ഈടാക്കിക്കൊണ്ട് തീരെ ദരിദ്രമായ ഒരവസ്ഥയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും തള്ളി നീക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പ്രസ് ഉടമകളെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ എന്തൊക്കെയോ വിമുഖത കാണിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയെ അടക്കം ചെയ്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മേഖലയിൽ കടന്നു വരാൻ മടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അച്ചടി സമൂഹമായിരുന്നു ഒരു 10-15 വർഷം മുമ്പ് തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തുണ്ടായിരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ എന്നല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലൊരു രീതിയിലായിരുന്നു ഒരു 15 വർഷങ്ങൾക്ക് മുൻപ് അച്ചടി മേഖല തൊഴിലാളികൾ മുന്നോട്ട് പോയിരുന്നത്. രണ്ടാമതുള്ള ഒരു വരവിന്റെ കാലഘട്ടത്തിൽ ഈ സംഘടന കേരളത്തിലെ പ്രാന്ത പ്രദേശങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ആദ്യം ഇവരൊരു നല്ല മനോഭാവം കൊണ്ടൊക്കെ ഒരുമിച്ച് കണ്ടാൽ, ഒരു പേപ്പർ കടയിലോ അല്ലെങ്കിൽ ഒരു മഷി വാങ്ങുന്ന സ്ഥലത്തോ കണ്ടാൽ ഒന്ന് മിണ്ടാനോ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാനോ ഉള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ആദ്യമുണ്ടായിരുന്ന വെല്ലുവിളി. അത് വ്യത്യസ്തമായിട്ട് അതിന്റെ ആ കൂട്ടായ്മയിൽ ആദ്യം വിജയം കൈവരിച്ചു.
അച്ചടി മേഖല ചെയ്യുന്ന ജോലിക്ക് അർഹമായിട്ടുള്ള കൂലി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമങ്ങൾ നടത്തി. അത് കഴിഞ്ഞ ശേഷം പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി. അത് നേരിട്ടും കാലം മാറിയപ്പോൾ ഓൺലൈനായും ഇന്നും വെബ്സൈറ്റിലൂടെ നിരവധി അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. നമ്മൾക്ക് നമ്മുടെ ചെലവും വരവും കഴിച്ചുള്ള സംഖ്യയാണ് നമ്മൾക്കിട്ട വരുമാനം അല്ലെ. ആ വരുമാനത്തിൽ നമ്മൾ വരവ് എന്നുള്ളത് ചിലപ്പോൾ അതിൽ പേപ്പർ ഉണ്ടാവും, അതിന്റെ ബൈൻഡിങ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രിന്റിംഗ് ചാർജ് ഉണ്ടാവും. ഇതില് എല്ലാ ചെലവുകളും, അതായത് നമ്മൾക്ക് പേപ്പറിന് കൊടുത്ത പൈസ, മഷിക്ക് കൊടുത്ത പൈസ, അതിന്റെ കെമിക്കലിന് കൊടുത്ത പൈസ, പിന്നെ നമുക്ക് എന്തെങ്കിലും സർവീസ് ഉണ്ട് ചാർജിന് കൊടുത്ത പൈസ, അതെല്ലാം കഴിച്ചിട്ട് നമുക്ക് എത്ര മിച്ചം കിട്ടുന്ന അത് മാത്രമേ നമ്മൾ വരുമാനം വരുന്നുള്ളൂ. അല്ലാണ്ട് ഒരു 1000 നോട്ടീസ് അടിച്ച് 1000 രൂപ 1250 രൂപ കിട്ടിയാൽ 1250 രൂപയും നമ്മളല്ല. അതില് പല ആൾക്കാരും നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഉണ്ട്. ഒരു മഷിക്കായിട്ടായാലും പേപ്പറിനായിട്ടായാലും നമ്മുടെ സ്റ്റാഫിനായിട്ടായാലും അല്ലെ. ഇതെല്ലാം നമ്മൾ കൊടുത്തതിന് ബാക്കി മിച്ചം വരുന്ന പൈസ മാത്രമേ നമുക്ക് കിട്ടൂ. അതിപ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷയം. നമുക്ക് എല്ലാ ചെലവും കഴിച്ച് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണ്.